എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ടെനി. നമ്മളിന്ന് വായ്പുണ്ണ് അല്ലെങ്കിൽ മൗത്ത് അൾസറിനെ പറ്റിയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് മൗത്ത് അൾസർ വരുന്നത്, നമുക്ക് എങ്ങനെയാണ് മാറ്റിയെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ മൗത്ത് അൾസർ വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് പ്രതിരോധശേഷി കുറയുന്നത് മൂലം മൗത്ത് അൾസർ വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അസിഡിറ്റി, അൾസർ അതുപോലുള്ള പ്രശ്നങ്ങൾ, എച്ച് പൈലോറി ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷണമായിട്ട് മൗത്തിൽ അൾസേഴ്സ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ മൗത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, ബാക്ടീരിയ ആവാം, ഫംഗലാവാം, അതിൻ്റെ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഫുഡ് അലർജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം പല്ല് കൊണ്ടിട്ട് ഒക്കെ എന്താ പറയുക, മുറിവുണ്ടാവുമല്ലോ, അത് കാരണം അവിടെ മുറിവ് ഇരുന്ന് അൾസർ ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന അൾസേഴ്സ് നമുക്ക് വീട്ടിൽ ചെയ്യുന്ന ഹോം റെമഡീസ് കാരണം പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അത് കുറച്ച് വലിയ സൈസ് ആണെങ്കിൽ, അതായത് ഒരു സെൻറ്റിമീറ്ററിന് മേളിലാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അത് നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും 2 ആഴ്ചയോളം അത് അങ്ങനെ നിൽക്കുന്നു. 2 ആഴ്ച കഴിഞ്ഞിട്ടും ആ അൾസർ അങ്ങനെ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ അങ്ങനെ നിൽക്കുന്നു. പിന്നെ ആ അൾസറിന് ഭയങ്കരമായിട്ടുള്ള വേദന. സാധാരണ എന്തായാലും അൾസർ ഉണ്ടാകുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവും. നമ്മൾ പ്രത്യേകിച്ച് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ, എരിവ്, പുളി അതൊക്കെ ചെല്ലുമ്പം അല്ലെങ്കിൽ നാക്കൊക്കെ തൊടുമ്പോഴൊക്കെ നല്ല വേദന ഉണ്ടാവും. പക്ഷേ ഇതങ്ങനല്ല, ഭയങ്കരമായിട്ടുള്ള വേദന, നമുക്ക് ഫുഡൊന്നും ഇറക്കാൻ പറ്റില്ല, ത്രോട്ടിലൊക്കെ വേദന ഉണ്ടാകുന്നത് ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ റെക്കറൻ്റ് ആയിട്ട് വരുന്നത്, അതായത് ഒരു അൾസർ വന്നു, അത് മാറി, പക്ഷേ ഒരു 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ആ അൾസർ വരിക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കാരണം അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വൈദ്യസഹായം തേടുന്നത് വളരെയധികം നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഹോം റെമഡീസ് എന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ആയുർവേദത്തിൽ, അതായത് ദന്ത സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വായു സംബന്ധമായിട്ടൊക്കെ പ്രശ്നങ്ങൾ വരുമ്പം കവളം എന്നുള്ളൊരു പ്രൊസീജിയർ പറയും. അതായത് ഈ എണ്ണയോ അല്ലെങ്കിൽ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള കഷായമോ അതൊക്കെ വായിൽ വെച്ചിട്ട് ഹോൾഡ് ചെയ്യാൻ, അതായത് ഇങ്ങനെ ഒരു ഹോൾഡ് ചെയ്ത് കുറച്ച് നേരം നിർത്തുന്ന ഒരു പ്രൊസീജിയറാണ് ഈ കവളം എന്ന് പറയുന്നത്. അത് നമുക്ക് വീട്ടിൽ കുറച്ച് ഇലയൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതെന്താണെന്ന് ആദ്യം പറയാം. ആദ്യത്തേതെന്ന് പറഞ്ഞത് നമ്മളെ പേരയില വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഒരു 5 പേരയുടെ തളിരില എടുക്കണം. അതൊരു 5 എണ്ണം എടുത്തിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ ഒരു സിമ്മിലിട്ട് തിളപ്പിക്കണം. തിളപ്പിച്ചത് 1 ഗ്ലാസ്സായിട്ട് വറ്റിച്ചതിന് ശേഷം ചെറു ചൂടോടെ നമുക്ക് ഈ കവളം എന്ന് പറയുന്ന ആ പ്രൊസീജിയർ ചെയ്യാം. ചെറു ചൂടോടെ കുറച്ച് വായിൽ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെക്കുക. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ 1 ഗ്ലാസ് തീരുന്നിടം വരെ നമുക്കത് ചെയ്യാം. അതൊരു രാവിലെ വൈകിട്ടും അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പെട്ടെന്ന് തന്നെ അത് നമ്മളെ അൾസർ ഹീലാവാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്തതാണ് ഈ പേരയില തന്നെ ഒരു 2 തളിര് പേരയില എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ചവച്ച് അതിൻ്റെ നീരൊക്കെ ആ ഒരു അൾസറിൻ്റെ ഭാഗത്ത് കൊള്ളത്തക്ക രീതിയിൽ നന്നായിട്ട് ചവച്ചിട്ട് അതിൻ്റെ പെഷൽ നമുക്ക് തുപ്പിക്കളയാം. അതിനുശേഷം ഒരു 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുലുക്കുഴിഞ്ഞ് ക്ലീനാക്കി വെക്കാം. ഒരു ചെറു ചൂടുവെള്ളത്തിൽ കുലുക്കുഴിഞ്ഞ് ക്ലീനാക്കി വെക്കാം. ഇത് തന്നെ നമുക്ക് തുളസിയുടെ ഇല വെച്ചിട്ട് ഈ സെയിം സംഭവം ചെയ്യാം. അതല്ലെങ്കിൽ ഉലുവയുടെ ഇല വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. അടുത്തതാണ് അവിടെ തേക്കേണ്ട ഒരു മരുന്ന് പറഞ്ഞുതരാം. അതായത് തേൻ അവിടെ തേക്കുന്നത് നല്ലതാണ്. കൈയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ മുറിവിൽ തേൻ തേക്കുന്നത് നല്ലതാണ്. തേനും മഞ്ഞളൂടെ ഇങ്ങനെ തേക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ തേനും ഇരട്ടി മധുരത്തിൻ്റെ പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ട് അവിടെ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇരട്ടി മധുരവും നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഇരട്ടി മധുരം 1 ഗ്ലാസ് വെള്ളത്തിനകത്ത് കലക്കി, അല്ലെങ്കിൽ അര ഗ്ലാസ് വെള്ളത്തിനകത്ത് കലക്കിയിട്ട് കുടിക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ മതിയാകും, അതിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ്, ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ് ആപ്പിൾ സിഡർ വിനീഗർ. അതായത് 1 ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനീഗർ 1 ഗ്ലാസ് വെള്ളത്തിനകത്ത് കലക്കിയിട്ട് ഈ നമ്മൾ വായിക്കകത്ത് വെച്ചിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നത് നല്ലതാണ്. അത് നമുക്ക് രാവിലെയും ചെയ്യാം, വൈകിട്ടും ചെയ്യാം. പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ് വെളുത്തുള്ളി. അതായത് വെളുത്തുള്ളി നല്ല പേസ്റ്റ് ആക്കിയിട്ട് അവിടെ അപ്ലൈ ചെയ്യാം. പക്ഷെ നല്ല നീറ്റിലായിരിക്കും. പക്ഷേ അത് അപ്ലൈ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു അൾസർ ഹീലാവുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഉള്ളതാണ് കറ്റാർ വാഴയുടെ ജ്യൂസ് എടുത്തിട്ട് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതും ഒക്കെ കറ്റാർ വാഴയുടെ ജ്യൂസ് നമ്മൾ കൈ നന്നായിട്ട് കഴുകിയിട്ട് ഒരു ദിവസം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് വെളിച്ചെണ്ണയും ഒരു ദിവസത്തിൽ നമുക്ക് ഇതെല്ലാം കൂടി ഒരു ദിവസം ചെയ്യാതെ ഓരോ ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഒരെണ്ണമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എല്ലാം കൂടെ നമുക്ക് വാരി വലിച്ച് ഒരു ദിവസം ചെയ്തിട്ട് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. അപ്പോൾ വെളിച്ചെണ്ണയാണെങ്കിൽ ആ ദിവസം അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയും വെളിച്ചെണ്ണ മാത്രം ഇങ്ങനെ പുരട്ടുക. ആ മുറിവിൽ വെളിച്ചെണ്ണ ഇങ്ങനെ പുരട്ടുന്നത് വളരെയധികം നല്ലതാണ്. ഇനി അടുത്തതാണ് ഓറഞ്ചിൻ്റെ ജ്യൂസ് നമുക്ക് കുടിക്കാവുന്നതാണ്. സിപ്പായിട്ട് ഇറക്കി പതിയെ കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ ഗ്രാമ്പു, അത് നല്ല ഭയങ്കരമായിട്ട് വേദന ഉണ്ടെങ്കിൽ ഗ്രാമ്പു അവിടെ ചതച്ച് വെക്കാം. അല്ലെങ്കിൽ ഗ്രാമ്പു ഇട്ട് തിളപ്പിച്ച വെള്ളം ഇതുപോലെ തന്നെ എന്താ പറയുക ഹോൾഡ് ചെയ്തിട്ട് തുപ്പിക്കളയുന്നത് നല്ലതാണ്. ചെറു ചൂടോടെ ചെയ്യണേ. അടുത്തതായിട്ട് ഐസ് ക്യൂബ് അവിടെ വെക്കുന്നത് ഈ വേദനയൊക്കെ മാറാൻ സഹായിക്കും. അപ്പം ഈ ഹോം റെമഡീസ് ചെയ്താൽ
നമുക്ക് 1-2 ഹോം റെമഡീസ് ഒരാഴ്ചയോളം ചെയ്ത് നോക്കുക. അത് വളരെയധികം നല്ലൊരു എഫക്റ്റ് ആയിരിക്കും നമുക്ക് തരാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ അൾസർ മാറാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുക. താങ്ക് യു സോ മച്ച്.